തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയിലേക്ക് ഒരു KSRTC യാത്ര നടത്തിയാലോ? അതിപുലർച്ചെയാണ് ഈ ബസ്സിൽ കയറിയത്. തുടക്കം തന്നെ വളരെ ഗംഭീരമായിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴ കൊണ്ടതുകൊണ്ടായിരിക്കണം കുറച്ച് തലവേദനയും ജലദോഷവും പനിയും ഒക്കെ ഉണ്ട് ബസ്സിന്. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് തന്നെ അത് സ്റ്റാർട്ടായി. അതിഗംഭീര റൂട്ടാണ് ഇത്. മലനിരകളാലും ഡാമുകളാലും എല്ലാം പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകളാണ് ഈ ബസ് റൂട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ നല്ല ബസ് വേണമെന്ന് പ്രധാനമായും പറയട്ടെ. സൂര്യൻ എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ, അതുപോലെ തന്നെ ഇവിടുത്തെ മനുഷ്യരും. നിങ്ങൾ ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അവിടുത്തെ മനുഷ്യരെയും അവിടുത്തെ കാലാവസ്ഥയും നമുക്ക് അതിഗംഭീരമായ ഒരു അനുഭൂതി നമുക്ക് തരുന്നതായിരിക്കും. നമ്മുടെ അനുഭവങ്ങളിലാണ്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ആ കാഴ്ചയെ പോർട്രേറ്റ് ചെയ്യുന്നത്. ഗോൾഡൻ ഹവറിലൂടെ കടന്നു പോകുന്ന ഇടുക്കിയുടെ മലമടക്കുകൾ നമുക്ക് കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. മരങ്ങൾക്കിടയിലൂടെ ആ സൂര്യരശ്മികൾ നമ്മെ തലോടി കടന്നു പോകും. ഇനി നമ്മൾ കടന്നു പോകാവുന്നത് ഏറ്റവും മികച്ച റൂട്ടിലൂടെയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ കുളമാവ് ഡാം, അതുപോലെ മൂലമറ്റം പവർ സ്റ്റേഷൻ, അതുപോലെ ഒരുപാട് പ്രധാനമായ സ്ഥലങ്ങളുണ്ട്. മറ്റൊരു കട്ടപ്പന ബസ് റോഡ് സൈഡിൽ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബസ് സർവീസിനെ കുറിച്ച്, ഈ മഹത്തായ ബസ് സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഏത് റൂട്ടിൽ പോയാലും നിങ്ങൾക്ക് ഒരു ബസ്സെങ്കിലും റോഡ് സൈഡിൽ ഇങ്ങനെ പണി പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ബസ് യാത്ര നടത്തുന്ന സമയത്ത് ഏത് സൈഡിൽ ഇരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാകും. അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കുളമാവ് ഡാമിലൂടെയുള്ള അല്ലെങ്കിൽ ഡാമിൻ്റെ പുറത്തുകൂടെയുള്ള യാത്രയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിരിക്കുന്നത് ബസ്സിൻ്റെ ഇടതുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ ഇതാണ്. പക്ഷേ ബസ്സിൻ്റെ വലതുഭാഗമായിരുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് കിട്ടിയേനെ. സൂര്യൻ പതിയെ അതിൻ്റെ ശൗര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആകാശമൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ. അപ്പോൾ ഇടുക്കിയുടെ മറ്റു കാഴ്ചകളുമായി വീണ്ടും വരാം.